ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ CSS ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഒരു വെബ് പേജിൽ നമുക്ക് 3 വിധത്തിൽ CSS ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ഇൻലൈൻ CSS, രണ്ടാമത്തെ മെത്തേഡാണ് ഇന്റേണൽ CSS, മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്റ്റേണൽ CSS. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഇൻലൈൻ CSS ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാഗിന്റെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ എലമെന്റ്, അതായത് നമ്മൾ HTML ഉപയോഗിക്കുന്ന ഒരു ടാഗിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSSനെയാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒറ്റ ലൈനിൽ മാത്രമേ ആ CSS, അതായത് ആ ടാഗിൽ മാത്രമേ നമുക്ക് ആ CSS ചേർത്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിന്റെ CSS സിന്റാക്സ് എങ്ങനെയെന്ന് വെച്ചാൽ HTML ടാഗ് ആദ്യം ചേർത്ത് കൊടുക്കുക, അതിനുശേഷം സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് CSS പ്രോപ്പർട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന്റെ വാല്യൂ എന്താണോ അതും ചേർത്ത് കൊടുക്കുക. അതേപോലെ എത്ര CSS പ്രോപ്പർട്ടീസ് നമുക്ക് ഇതുപോലെ ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ സെമി കോളൻ ഇട്ടതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ ഏതാണോ ഓപ്പൺ ചെയ്ത ആ CSS ടാഗ് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് വെബ് പേജിൽ ഇൻലൈൻ CSS ഉപയോഗിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കോഡ് എഡിറ്റ് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വന്ന് ഒരു H1 എന്ന് ടാഗ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ഒരു H1ന്റെ ഉള്ളിൽ ഒരു കോഡ് നമ്മളിവിടെ സാധാരണ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനൊന്ന് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെബ് പേജ് നമുക്ക് റണ്ണ് ചെയ്യുമ്പോൾ ഇതേ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരുക. ഇതിന്റെ ഉള്ളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു H1 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ എന്താണോ സ്ക്രീനിൽ നമുക്ക് മെസ്സേജ് പ്രിന്റ് ചെയ്യേണ്ടത് അതും നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ നമുക്ക് ഇൻലൈൻ CSS ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആദ്യം തന്നെ നമുക്ക് ഏതാണോ ടാഗ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന് എന്ത് പ്രോപ്പർട്ടി ആണോ, അതായത് എന്ത് CSS കോഡാണോ ഇതിലേക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിന് ഫോണ്ടിന് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കളർ എന്ന പ്രോപ്പർട്ടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ കുറെ കളറുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഏത് കളർ വാല്യൂ ആണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഫോണ്ടിന്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫോണ്ട് സൈസ് എന്നാണ് ഫോണ്ട് സൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇതിന്റെ ഫോണ്ട് സൈസ് അതും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് സേവ് ചെയ്തു. ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വീണ്ടും റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത CSS ഇതിന് അപ്ലൈ ആയിട്ടുണ്ട്. ഇതേ ക്ലാസ് ഞാൻ HTML ക്ലാസ്സുകൾ എടുത്തപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻലൈൻ ഉപയോഗിച്ചിട്ട് CSS ചേർത്ത് കൊടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് ആ ടാഗ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ HTML ടാഗ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റൈൽ എന്ന് എഴുതിയതിനു ശേഷം ഡബിൾ കൊട്ടേഷന്റെ ഉള്ളിൽ നമുക്ക് എന്ത് CSS പ്രോപ്പർട്ടി ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. കോളൻ ഇട്ടതിന് ശേഷം വാല്യൂ ചേർത്ത് കൊടുക്കുക. വീണ്ടും സെമി കോളൻ ഇട്ടതിന് ശേഷം CSS പ്രോപ്പർട്ടി രണ്ടാമത്തതും ചേർത്ത് കൊടുക്കുക, അതിന്റെ വാല്യൂ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ എത്ര CSS കോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ടാഗ് ഓപ്പൺ ചെയ്യുന്ന ആ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഈ CSS കോഡും ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഇൻലൈൻ CSS ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ H1 എന്ന ടാഗിന് ബ്ലൂ കളറും അണ്ടർ പിക്സല് സൈസും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പിന്നീട് ഡബിൾ കൊട്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡബിൾ കൊട്ടേഷൻ വരുന്ന കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് വീണ്ടും ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഡബിൾ കൊട്ടേഷൻ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ആ ടാഗ് എൻഡ്, അതായത് നമ്മൾ വാല്യൂ എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മൾ ആ വാല്യൂ ഡബിൾ കൊട്ടേഷൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വട്ടം നമ്മൾ സ്റ്റൈൽ ചേർത്ത് കൊടുത്താൽ പിന്നീട് അത് വേറൊരു ഭാഗത്ത് അതേ സ്റ്റൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് ഓരോ ടാഗിനും നമ്മൾ സെപ്പറേറ്റ് വീണ്ടും സ്റ്റൈലുകൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും.
പിന്നെ ഒരു വട്ടം നമ്മളൊരു CSS കോഡ് ചേർത്ത് കൊടുത്താൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ ഭാഗത്തും ആ CSS കോഡ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അവിടെയൊക്കെ പോയിട്ട് നമ്മളത് എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളതൊരു സിംഗിൾ സ്ഥലത്തല്ല നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, വ്യത്യസ്ത സ്ഥലത്താണ്. അപ്പൊ എവിടെയൊക്കെയാണോ നമ്മൾ കൊടുത്തത് അവിടെയൊക്കെ പോയി നമുക്കത് എഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതില് സ്യൂഡോ കോഡ്സ്, അതേപോലെ സ്യൂഡോ ക്ലാസ്സസ്, ഇങ്ങനെ 2 ഫങ്ഷൻസ് CSS വരുന്നുണ്ട്. ഇത് ഒരിക്കലും എന്തിൽ സപ്പോർട്ട് ചെയ്യില്ല, ഇൻലൈൻ സപ്പോർട്ട് ചെയ്യില്ല. സ്യൂഡോ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു മൗസ് ക്ലിക്ക്, ഒരു ടെക്സ്റ്റിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ അതിനെ കളർ ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ അതിന്റെ സൈസ് മാറുക, ഇങ്ങനെ കുറെ ഫങ്ഷൻസുകളൊക്കെ CSS വരുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ ഇൻലൈൻ CSS ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇൻലൈൻ CSS ഒരിക്കലും ബ്രൗസർ ക്യാച്ച് ഫംഗ്ഷൻ ആയിട്ട് അത് സേവ് ചെയ്ത് വെക്കില്ല. ക്യാച്ച് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പല CSS കോഡും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഫോണ്ട് സ്റ്റൈലുകളും അതേപോലെ തന്നെ കോഡുകളൊക്കെ നമ്മുടെ ബ്രൗസറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അതേ വെബ് പേജിലേക്ക് തന്നെ കയറുമ്പോൾ നമുക്കത് പെട്ടെന്ന് പേജ് ലോഡ് ചെയ്യാനൊക്കെ കുറെ ഈ ക്യാച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ ഇൻലൈൻ CSS ചേർത്ത് കൊടുത്താൽ അത് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് ഇൻലൈൻ CSS ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.